അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉപകാരപ്രദമായ അറിവുകൾ ഇൽമുൻ നാഫിഅ. ഈ ശീർഷകത്തിൽ 15ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹുവും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവും ഒരേപോലെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന്: ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. ഇത്തഖില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത, തിന്മകളെ നന്മ കൊണ്ട് പിന്തുടരണം. തിന്മകളെ നന്മകൾ കൊണ്ട് പിന്തുടരണം. തംഹഹുഹ, അതിനെ മായ്ച്ചു കളയും. നന്മ തിന്മകളെ മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ, ജനങ്ങളോട് നീ പെരുമാറണം. ബിഖുലഖിൻ ഹസനിൻ, സൽ സ്വഭാവത്തോടെ, നല്ല സ്വഭാവത്തോടെ. തിർമിദി ഉദ്ധരിച്ച ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് അള്ളാഹുവിനെ സൂക്ഷിക്കണം എവിടെയായിരുന്നാലും. നമ്മൾ പള്ളിയിൽ കയറുമ്പം നമുക്ക് അള്ളാഹുവിനെ ഭയമുണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പം നമ്മൾ അള്ളാഹുവിനെ പേടിക്കാറുണ്ട്. പക്ഷേ ഇതൊരു സ്ഥലത്തേക്ക് മാത്രമുള്ളതല്ല, എല്ലാ സമയത്തും നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച ഓർമ്മ വേണം. എന്നാലേ നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുള്ളൂ. രാവിലും പകലിലും കൂടുതൽ ആൾക്കാരുടെ കൂട്ടത്തിലും ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും എല്ലാ സമയത്തും എല്ലാ സന്ദർഭത്തിലും നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വേണം. എന്നാൽ മാത്രമേ നമ്മൾ തെറ്റിൽ നിന്നകന്ന് നന്മയിലേക്ക് ചെല്ലാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറഞ്ഞത് തിന്മകളെ നന്മ കൊണ്ട് പിന്തുടരും. നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ ഉടനെ നമുക്കൊരു നല്ല കാര്യം ചെയ്യാം. അതുകൊണ്ട് എന്താ? തംഹഹുഹ, ആ തെറ്റിനെ ആ നന്മ മായ്ച്ചു കളയും. ഒരു തെറ്റ് ചെയ്തു പോയാൽ ആ ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിലപിക്കുന്നതിന് പകരം ഒരു നന്മയെ തൊട്ട് പിന്നാലെ നാം ഹയാത്താക്കുകയാണെങ്കിൽ, ഒരു നന്മയെ നാം അതിൻ്റെ കൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ ആ നന്മയോടുകൂടി തിന്മ മായ്ഞ്ഞു പോകും. പിന്നെ തിന്മ കടലാസിലില്ല, നമ്മുടെ ഗ്രന്ഥത്തിലില്ല. അതിനേറ്റവും പറ്റിയതെന്ന് പറഞ്ഞാൽ തിന്മ വന്നു പോയാൽ അപ്പം തന്നെ ഒരു നന്മ ചെയ്യാം. മഹാന്മാരായ ആളുകൾ പറയാറുണ്ടായിരുന്നു, നാം ചോദിച്ചത് നമുക്ക് കിട്ടിയാൽ അപ്പം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മയേക്കാൾ വലിയ നന്മ വീണ്ടും ചെയ്യണം. ഒരു സുന്നത്തസ്കാരങ്ങളും അധികം ചെയ്യുക. അതായത് നമ്മൾ ചോദിച്ചത് നമുക്ക് കിട്ടി. അതേപോലെ ഒരു നന്മ, ഒരു തിന്മ നാം ചെയ്തു പോയി, ഉടൻ തന്നെ നമ്മൾ ഒരു നന്മ ചെയ്താൽ ആ തിന്മ നന്മ കൊണ്ട് മായ്ച്ചു കളയാൻ സാധിക്കും. ആ തിന്മ പിന്നീട് ഇല്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി പറഞ്ഞത് വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് പെരുമാറുന്നത് സൽസ്വഭാവത്തിലായിരിക്കണം. നല്ല സ്വഭാവം ഉണ്ടാവണം ജനങ്ങളോട് പെരുമാറുന്നത്. അയ്യേ, അയാളത് പറഞ്ഞല്ലോ, അയാളെ വായിൽ നിന്ന് വരാൻ പാടില്ലായിരുന്നു, അയാളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത്. ജനങ്ങളുടെ പെരുമാറ്റം, ആ പെരുമാറ്റം നല്ല പെരുമാറ്റമായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നത്. ഒന്ന്, എവിടെയാണെങ്കിലും നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. രണ്ടാമത്തത്, ചീത്ത കാര്യങ്ങൾ വന്നു പോയാൽ ഉടൻ തന്നെ നന്മ ചെയ്തുകൊണ്ട് നാം അതിനെ ആ നന്മ കൊണ്ട് മായ്ച്ചു കളയണം. മൂന്നാമതായി പറഞ്ഞത് സൽസ്വഭാവത്തോടു കൂടി ജനങ്ങളോട് പെരുമാറണം. ചീത്ത സ്വഭാവം നമ്മിൽ വന്നു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ നിലക്ക് നല്ല കാര്യങ്ങൾ കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം.
റബ്ബ് അതിന് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.